എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ കിഡിൻ്റെ കംബാക്കിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ കിഡിനെ ഷാങ്സ് വൺ ഷോട്ട് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ കിഡിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ കിഡ് തിരിച്ച് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും തിരിച്ച് വരാൻ പോകുന്നത്, അതുപോലെ കിഡിന് കിട്ടാൻ ചാൻസ് ഉള്ള പവർ അപ്സ് എന്തൊക്കെയായിരിക്കും, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വൺ പീസ് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അവർക്ക് കൂടി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഈ ചാനൽ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആകുന്നതെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ. അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നാലും നമ്മുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതായിരിക്കും. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, നമ്മുടെ എൻതൂസിയാസ് കിഡ് വൺ ഓഫ് ദ പ്രോമിസിംഗ് റുക്കി ആയിരുന്നു. വൺ പീസിലെ തന്നെ വേസ്റ്റ് ജനറേഷൻ മെമ്പർ. അത് മാത്രമല്ല, നമ്മുടെ ബിഗ് മാമിൻ്റെ ഡിഫീറ്റിൽ വലിയൊരു പാർട്ട് തന്നെ നമ്മുടെ കിഡ് വഹിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ കിഡിന് 3 ബില്യൺ ബേരീസ് എന്ന് പറയുന്ന ബൗണ്ടിയും കിട്ടി. അതിനുശേഷം നമ്മുടെ കിഡിൻ്റെ കയ്യിലായിക്കോട്ടെ 3 പോണിഗ്ലിഫിൻ്റെ കോപ്പി ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മുടെ ഈ ഒരു വാനോ എന്ന് പറയുന്ന ആർക്ക് കഴിഞ്ഞ് ഗഡിലെത്തുമ്പോഴേക്കും നമ്മുടെ കിഡ് ഫേസ് ചെയ്തത് നമ്മുടെ ഷാങ്സിനെ ആയിരുന്നു. പക്ഷേ ഇതൊരു ഫൈറ്റ് എന്ന് പറയാൻ പോലും നമുക്ക് കാണാൻ പറ്റിയില്ല. ഷാങ്സ് വൺ ഷോട്ട് ചെയ്ത് കളഞ്ഞ് കിഡിന്. അതിനുശേഷം ആയിക്കോട്ടെ നമ്മുടെ കിഡിനെ കുറിച്ച് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ നമ്മുടെ കിഡ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെന്ന് വിചാരിക്കും. ആരെങ്കിലും നമ്മുടെ കിഡിനെ രക്ഷപ്പെടുത്തിയെന്ന് വിചാരിക്കും. ഇനിയിപ്പോൾ കിഡ് എൽബ ഫാർക്ക് തിരിച്ച് വന്നെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ നമ്മുടെ കിഡിന് എന്തൊക്കെ തരത്തിലുള്ള പവറപ്പായിരിക്കും വേണ്ടത്, അതുപോലെ എന്ത് തരത്തിലുള്ള പവറപ്പാണ് നമ്മുടെ കിഡിന് കിട്ടാൻ ചാൻസ് ഉള്ളത്. ഒന്ന്, നമുക്കറിയാം, നമ്മുടെ കിഡ് ഒരു കോങ്കറർ ഹാക്കി യൂസറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ് നമ്മുടെ കോങ്കറർ ഹാക്കി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. കാരണം ഞാനിതുവരെ വൺ പീസ് കണ്ടിട്ടുള്ള എല്ലാ കോങ്കറർ ഹാക്കി യൂസേഴ്സിനെയും വെച്ച് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു കോങ്കറർ ഹാക്കി യൂസറാണ് നമ്മുടെ കിഡ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ പറയാം, നമ്മുടെ കിഡിന് കോങ്കറർ ഹാക്കി എന്തിനാണ് കൊടുത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിഡ് ആയിക്കോട്ടെ ഒരു സ്ഥലത്ത് പോലും അത് മര്യാദയ്ക്ക് യൂസ് ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇനി നമുക്കറിയാമല്ലോ, നമ്മുടെ ഓട എന്തായാലും ഇങ്ങനൊരു ക്യാരക്ടറിന് കോങ്കറർ ഹാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആകില്ലെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിഡ് ഒരു പക്ഷേ ഫ്യൂച്ചറിൽ നമ്മുടെ ഈ കോങ്കറർ ഹാക്കി ഫുള്ളി മാസ്റ്റർ ചെയ്ത് അതിൻ്റെ അഡ്വാൻസ് ലെവലുകളിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. പിന്നെ നമ്മുടെ കിഡിന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പവറപ്പ് എന്ന് വെച്ചാൽ തൻ്റെ ഡെവിൾ ഫ്രൂട്ട് ആയിട്ട് കണക്റ്റഡ് ആണ്. നമുക്കറിയാം, ഓൾറെഡി നമ്മുടെ ഡെവിൾ ഫ്രൂട്ട് അവൈക്കണാണ് കിഡിൻ്റെ. എന്നിരുന്നാലും നമ്മുടെ കിഡിന് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു പവറപ്പ് എന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ കിഡിന് നമ്മുടെ ശരീരത്തിലുള്ള അയൺ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയേക്കും. കാരണം നമ്മുടെ കിഡിൻ്റെ പവർ ഏകദേശം മാഗ്നറ്റ് പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം മാഗ്നറ്റിന് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള ആൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള അയൺ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ ബോഡി കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബോഡി എക്സ്പ്ലോഡ് ചെയ്യാനും ഒരു പക്ഷേ നമ്മുടെ കിഡിന് ഭാവിയിൽ പവറപ്പ് കിട്ടിയേക്കും. ഇങ്ങനെയുള്ളൊരു പവറപ്പ് നമ്മുടെ കിഡിന് കിട്ടുകയാണെങ്കിൽ നമ്മുടെ കിഡ് വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇങ്ങനെയുള്ള പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ മാഗ്നീഡോ എക്സ്മാൻ കണ്ടവർക്ക് മനസ്സിലാകും മാഗ്നീഡോ എത്രമാത്രം പവർഫുൾ ആണെന്ന്. ഒരു ഒമേഗ ലെവൽ മ്യൂട്ടൻ്റ് ആയിരുന്നു നമ്മുടെ മാഗ്നീഡോ. ഒരു ഭൂമി തന്നെ മുഴുവനായിട്ട് നശിപ്പിക്കാനുള്ള പവർ നമ്മുടെ മാഗ്നീഡോയിലുണ്ട്. അപ്പോൾ നമ്മുടെ മാഗ്നീഡോ അത്രമാത്രം പവർഫുൾ ആണെങ്കിൽ നമ്മുടെ കിഡിനും എന്തായാലും അത്രമാത്രം പവർഫുള്ളായി മാറാൻ പറ്റും. അതിന് കിഡിന് ചെയ്യാൻ പറ്റുന്ന ഇത്ര മാത്രമാണ് തൻ്റെ ഡെവിൾ ഫ്രൂട്ടിലും ഫുള്ളി മാസ്റ്റർ ചെയ്യുക. എല്ലാ തരത്തിലുള്ള അയൺസും നമ്മുടെ കിഡിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ പിന്നെ കിഡ് വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടറായി മാറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇങ്ങനെ ഒരു പവറപ്പ് തീർച്ചയായിട്ടും നമ്മുടെ കിഡിന് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യുക. എന്നാൽ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.